അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ ഞെട്ടിപ്പോയി. അല്ലാഹു എന്തുകൊണ്ട് തീരുമാനം മാറ്റി? ഈ യാത്രയില് മരിപ്പിക്കുമെന്ന് തീരുമാനിച്ചിട്ട് എന്തുകൊണ്ട് കരുണക്കടലായ പടച്ചറബ്ബ തീരുമാനം മാറ്റിയെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചിന്തിക്കുമ്പോ വഴിയിൽ വെച്ച് നടന്ന സംഭവം അറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഫിൽ ജന്ന. എന്റെ അബ്ദുറഹ്മാൻ സ്വർഗത്തിലാണ്. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. ഇത് കളിയല്ല പ്രിയപ്പെട്ടവരെ. എത്രയോ പാവപ്പെട്ട ചെറ്റക്കൂരയുടകത്ത് പാവപ്പെട്ട പെൺകുട്ടികള് അന്യപുരുഷന്മാരുമായി ഇറങ്ങിപ്പോകുന്നില്ലേ? പള്ളികളൊന്നും അത് തീരുമാനിക്കൂലല്ലോ. പണക്കാരുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. പല കമ്മിറ്റിക്കാർക്ക് സമ്പന്നരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പള്ളികൾ, പണക്കാരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പൊതുയോഗങ്ങൾ. പാവപ്പെട്ടവന്റെ പെണ്ണ് അന്യവന്റെ കൂടെ ഇറങ്ങി ഓടിയാ പള്ളിയുടെ മുറ്റത്തുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാനല്ലേ അറിയോളൂ. പള്ളി വിലക്കിയിരിക്കുന്നു. ഇനി 27-ാം രാവിന്റെ ചോറില്ല, ഇനി ഉളുഹിയയുടെ ഇറച്ചിയില്ല, ഇനി മരിച്ചാൽ ഇവിടെ അടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എഴുതി ഒട്ടിക്കാനല്ലാതെ എത്ര ദിവസമായി പട്ടിണി കിടന്നിട്ട് വിവാഹം നടക്കാത്ത കുടുംബത്തിന്റെ ഗതികേടോർത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാ കഴിഞ്ഞിട്ടുണ്ടോ? മിക്ക പള്ളികളിലും സാധു സംരക്ഷണ സമിതികളുണ്ട്. ആദ്യം അപേക്ഷ കൊടുക്കണം. അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഖജാഞ്ചിയാണ് വിളിക്കുന്നത്. എന്നിട്ട് ഖജാഞ്ചി പറയും സെക്രട്ടറി ഒന്ന് കാണണം. അവിടെ ഓട്ടോയിൽ വാപ്പയില്ലാത്ത മോളയും കൊണ്ട് ഉമ്മച്ച് സെക്രട്ടറിയുടെ വീട്ടിൽ പോകും. അവിടെ നിന്ന് പറയുന്നു പ്രസിഡന്റിനെ നേരിട്ടൊന്ന് പോയി കണ്ടാൽ 1000 രൂപ കൂടുതൽ കിട്ടും. അവിടെ ഓട്ടോയും കൊണ്ട് അവിടെ പോകുന്നു. ഇങ്ങനെ 11 പരിപാലകരുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ അകത്തടകളിലേക്ക് ഓട്ടോയും പിടിച്ച് ടാക്സിയും പിടിച്ച് പാവപ്പെട്ട വാപ്പയില്ലാത്ത പൊന്നുമോളയും കൊണ്ട് ഉമ്മ കറങ്ങുമ്പോ അവസാനം 2000 രൂപ സാധു സംരക്ഷണ സമിതിയിൽ നിന്ന് എഴുതി കൊടുക്കുമ്പോ 1000 രൂപ ഓട്ടോ കൂലിയായി, 500 രൂപ ചിലവായി, 500 രൂപ മോള കല്യാണത്തിന് കൊടുക്കാനുള്ള അവസ്ഥയല്ലേ വരുന്നത്? ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം സഹോദരങ്ങളെ. ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ ഈ സരസിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ അതിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ്, കുടുംബജീവിതത്തിന്റെ കവാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അല്ലാഹു ചെയ്ത സഹായമുണ്ടല്ലോ. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളുമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അവർക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ മജ്‌ലിസിനും നിങ്ങളൊരു സ്വതക്ക കൊടുക്കണം. അല്ലാഹു അത് നിയ്യത്ത് ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ റമളാൻ മാസത്തിന് 3 ദിവസത്തിന് മുമ്പ് കാരേറ്റ് പെരിന്തമൽ നടന്ന അപകടം നമുക്കറിയുമല്ലോ. ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടു പോയ പൈസ മുഴുവനും കൊണ്ടുവന്ന് നിലമയിൽ ഭാഗത്ത് വലിയ ഒരു വീട് വെച്ചിട്ട് ബുധനാഴ്ച പാലുകാച്ച് നടത്തി വ്യാഴാഴ്ചടന്ന് ഭാര്യയും ആ നൗഷാദ് എന്ന ചെറുപ്പക്കാരനും തന്റെ പ്രിയപ്പെട്ട 1.5 വയസ്സുള്ള പൊന്നുമോനും അതുപോലെ 4 പേരും കൂടി ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോ ഭാര്യയാണ് വാഹനം ഓടിച്ചുകൊണ്ട് പോയത്. ഭർത്താവ് നാളെ ഗൾഫിൽ പോകുമല്ലോ. അതുകൊണ്ട് ഭർത്താവിനോടൊത്ത് യാത്ര ചെയ്യാനുള്ള സന്തോഷം കൊണ്ട് ഭർത്താവ് സീറ്റിൽ നിൽക്കുമ്പോ വാഹനം ഓടിക്കാനുള്ള അതിയാറ് ആർത്തി കൊണ്ട് വാഹനം ഓടിച്ചു പോയി ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുമ്പോ ഒരു സ്കോഡ വാഹനവുമായി ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ 25 ലക്ഷം രൂപയുടെ വീട്ടില് 15 ലക്ഷവും കടം വാങ്ങിയിട്ട് വെച്ച പാവപ്പെട്ടവന്റെ വീടാ അല്ലാഹു കൊടുത്തത് കണ്ടോ. ഒരൊറ്റ ദിവസമല്ലേ വീട്ടിന്റെ അകത്ത് കിടക്ക, ഒരേ ഒരു ദിവസമല്ലേ. റഹ്മാനായ പടച്ച റബ്ബേ ഭാഗ്യം കൊടുത്തോളൂ പ്രിയപ്പെട്ടവരെ. 4 മയ്യത്തുകള് വീട് പാലുകാച്ച് കിടന്നതിന്റെ പിറ്റന്ന് വൈകുന്നേരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇറയത്ത് കൊണ്ട് നിരപ്പി കിടത്തിയപ്പോ അതിൽ ചിരിയുടെ പ്രകാശം മാഞ്ഞു പോകാത്ത 1.5 വയസ്സുള്ള സുന്ദരനായ ആൺകുഞ്ഞിന്റെ മയ്യത്തുമുണ്ടായിരുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നിക്കാഹ് അൽഹംദുലില്ലാഹ് നടത്തേണ്ടത് ഏത് ദിവസമാണ്? പെണ്ണിനെ കണ്ടു, സന്തോഷമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു. കല്യാണം ഉറപ്പിക്കുമ്പോൾ നമ്മുടെ സഹോദരിമാർക്കുള്ള ഒന്നാമത്തെ പരിപാടിയാണ് രാഹുകാലം നോക്കണം. ഇപ്പോഴും തകിടും കൂടും അല്ല, ഇപ്പോഴും ഈ ഇതുണ്ടല്ലോ, ജാതകം എഴുതിയ ഓല സൂക്ഷിക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം.
ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കൊല്ലം ജില്ലയുടെ സിയാറത്തുമൂട് ചുമടുതാങ്ങിയുടെ ഭാഗത്ത് ഒരു കുഞ്ഞിനൊരു രോഗം വന്നു. ആ രോഗം മാറ്റാൻ ഒരു സഹോദരൻ, നല്ല നിസ്കാരവും പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സഹോദരൻ പറഞ്ഞു വിട്ടത് ഒരു പോറ്റിയുടെ അടുത്തേക്ക്. നമ്മൾ ആലോചിക്കട്ടെ, ഞാനിത് പറയുമ്പോൾ ഇസ്ലാമിന്റെ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയും ഞാൻ എതിർക്കുന്നയാളല്ല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കിതാബുകൾ കൈകാര്യം ചെയ്ത തഴവ ഉസ്താദ് നമ്മുടെ നാടിന്റെ, നമ്മുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന സൂര്യ തേജസ്സാണ്. ഖുർആൻ ശരീഫ് അദ്കാർ ഇസ്മുല്ലാഹി ഇവ കൊണ്ട് മന്ത്രിച്ചോ ഫലം ബില്ലാഹി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ട് ലോകത്തുനിന്ന് പോയതാണ്. ഖുർആൻ ശരീഫ് ദിക്ർ, ഇതുകൊണ്ട് മന്ത്രമുണ്ട്, അതുപോലെ എഴുത്തുണ്ട്, കുറിയുണ്ട്, കലക്കി കുടിക്കലുണ്ട്, നൂലുകെട്ടലുണ്ട്, അതൊക്കെ ഇസ്ലാമിലുള്ളതാ. അതിനെയൊന്നും ആരും എതിർക്കണ്ട. പക്ഷേ ഇതിന്റെ പേരിൽ ജാതകം എഴുതുന്നവരുണ്ടല്ലോ. സ്വാമിമാരുടെ മുന്നിൽ പോയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും, നാള് പൂരം, മച്ചാത് ഉത്രാടം, മോന്റത് മൂലം, ഇത് പറഞ്ഞിട്ട് അത് എഴുതി വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ അകത്ത് സൂക്ഷിക്കുന്ന പെണ്ണേ, എന്ത് ദീനാ നിനക്കുള്ളത്, എന്ത് ദീനാ നിനക്കുള്ളത്? എന്റെ ഈ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് സങ്കടം വരാതിരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ക്ഷേത്രത്തിലിടുന്ന സമൂഹ സദ്യയുണ്ടല്ലോ, അത് ദൈവത്തിന് മുന്നിൽ കൊണ്ട് സമർപ്പിക്കുന്നതല്ല. അത് ഒരു സഹോദരൻ, ഒരു ഡ്രൈവർ കഴിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ ഞാൻ അബദ്ധത്തിൽ കഴിച്ചുപോയി, തെറ്റുണ്ടോ? അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് രാവിലെ നിങ്ങൾ പോകണമെന്നല്ല. പക്ഷേ ഹൈന്ദവയുടെ ക്ഷേത്രത്തിനകത്ത് പൂജ നടത്തിയിട്ട് കൊണ്ടുവരുന്ന പൊങ്കാല ചോറുണ്ടല്ലോ, ഇന്നും അത് സന്തോഷത്തോടെ കഴിക്കുന്ന പെണ്ണേ, അതിൽ ഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ ഓ സമയത്ത് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പെണ്ണേ. അത് നിസാരമായി കണക്കാക്കണ്ടാരും പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ സൗഹാർദ്ദത്തെ ഞാൻ ചോദ്യം ചെയ്യുകയില്ല. സാഹോദര്യവും സൗഹാർദ്ദതയും വേണം. ആ സൗഹാർദ്ദത വേണ്ടത് അവരുടെ ആരാധന നമ്മൾ ചെയ്തിട്ടല്ല. നമ്മളവരോട്, അള്ളാന്റെ ഹബീബ് മറ്റു മതത്തിലുള്ളവരോട് സൗഹാർദ്ദത കാണിച്ചത് അവരുടെ ആരാധനകൾ കൈയടക്കി വെച്ചുകൊണ്ടല്ല, മറിച്ച് അവരെ സഹായിക്കുക. എന്തെങ്കിലും ആവശ്യം വന്നാൽ, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, അപ്പുറത്തെ പ്രസന്ന ചേച്ചിയുടെ വീട്ടിൽ വാഹനമില്ല, അവരുടെ മോള് രാത്രി അസുഖം വന്ന് നിലവിളിക്കാണ്, പെട്ടെന്ന് നമ്മൾ വണ്ടി ഇറക്കിയിട്ടെടുത്ത് കയറ്റി കൊണ്ടുപോവാൻ. അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുക, അയൽവാസ ബന്ധം സുലഭമാക്കുക, അതാണ് നമുക്ക് ആവശ്യം. ഇന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ സഹോദരിമാരും ഉമ്മമാരും ചെറുപ്പക്കാരെ കൊണ്ട് ഇതുപോലെ ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കിപ്പിക്കാറുണ്ട്. നല്ല പെണ്ണാണോ, കബഡി നിരത്തി, വേടം ശുക്രനിലാണ്, ശനി ഇവിടെയാണ്, വവാക്കാവിൽ നിൽക്കണേ ഉള്ളൂ, നാളെ കഴിയുമ്പോൾ അങ്ങ് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വിരട്ടി ഇങ്ങനെ എടുത്ത് വെക്കാറ്. ഈ അടുത്ത് ചാനലിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജ്യോത്സ്യനോട് ചോദിക്കാം. ജോസ്, ഈ ചാനലുകാർ സമ്മതിച്ചു കൊടുത്തേ പറ്റൂട്ടോ. പാവപ്പെട്ട ലോറൻസിനെയൊക്കെ പിടിച്ച് വേരട്ടി ഓരോന്ന് പറയിപ്പിച്ച് അയാൾ കുടുങ്ങിയും പോയി, കഷ്ടം. ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കും. പണ്ട് കോഴിക്കോട് ജില്ല കേരള കലോത്സവത്തിൽ നമ്പർ 1 സ്ഥാനം നേടിയപ്പോൾ ഭരതനാട്യത്തിന് കലാതിലകം അവാർഡ് വാങ്ങിയത് ഒരു മുസ്ലിം ഉമ്മയുടെ മോളായിരുന്നു. അപ്പൊ ചാനലുകാർ വന്നിട്ട് ആ മുസ്ലിം ഉമ്മയോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഈ അവാർഡ് വാങ്ങിയതിൽ ഇസ്ലാമിൽ എതിർപ്പൊന്നുമില്ലേ? വേറെ ഒന്നും അവന് ചോദിക്കാനില്ല, ഗുരുത്തം കേട്ടു, ഇതേ ഉള്ളൂ. ഈ പെണ്ണെന്ത് മറുപടി കൊടുക്കുമെന്ന് അവന് നേരത്തെ അറിയാം. എന്താ പെണ്ണ് പറഞ്ഞെന്നറിയോ? ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യമതവനാക്കണം. ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും, എന്റെ മോളെ എനിക്കൊരു കാവ്യമാത ആക്കണമെന്ന് ഇനി ആരും പറയൂല. കരിയോല് കാരണം ഇറങ്ങി നടക്കാൻ വയ്യ പാവം. നമ്മൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് ഇതിന്റെ ആവശ്യങ്ങൾ എന്താ? സിനിമാ പ്രവർത്തകർ, കുറെ പാർട്ടി കാര്യങ്ങൾ, പിന്നെ ചില പള്ളികൾ തന്നെ എന്നോട് ആ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഒരു വെള്ളിയാഴ്ച വന്നപ്പോൾ ഒരു ലെറ്റർ കൊണ്ട് ഒരാൾ വന്നിട്ട് പറയാം, കമ്മിറ്റിപ്പെട്ട ആളാ, പിന്നെ ഉസ്താദേ എം ഹസൻ ഇവിടെ തിരുവനന്തപുരത്ത് നിർത്തുന്നതിനെതിരെ ശക്തമായ രീതിയിൽ നിങ്ങൾ ജുമഅക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ജുമഅക്ക് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹസനെ കുറിച്ചാണ്. തന്നെ ഉസ്താദേ, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഉസ്താദുമാരെ ജുമഅക്ക് പള്ളിയിൽ വോട്ട് പിടിക്കുന്ന കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. മുമ്പ് ഒരു കഴുതയുടെ കഥ പറഞ്ഞ കണക്ക് നമ്മൾ അനുഭവിക്കാനുള്ളത് വല്ലാഹി അനുഭവിച്ചേ പറ്റൂ, ആര് വന്നാൽ.
പിന്നെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലും വണ്ടിയിൽ ഒന്ന് അവിടെ ഇറങ്ങും. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, ഒന്ന് റീത്ത് കൊണ്ടുവച്ചു, ശരി എന്നാ ഉറങ്ങട്ടെ, ഓക്കെ എല്ലാം അപ്പുറത്ത് വന്നടി നമ്മൾ പോസ്റ്റർ കണ്ടില്ല, അങ്ങനെ വന്നടി, ഓ തീർന്ന്. വന്നപ്പോ പിന്നെ ഈ മയ്യത്തിന് എല്ലാം അള്ളാഹ് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ വിടാൻ പോവാ. വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? റീത്തി വെച്ച് മയ്യത്തിന്റെ വയറിന് പൊക്കി പിന്നെ കുത്തി നോക്കിയിട്ടല്ല പോകാനുള്ളത്. എന്തെങ്കിലും പാവപ്പെട്ടവരാണെങ്കിൽ, സങ്കടങ്ങളുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ, എന്തെങ്കിലും സഹായമായിട്ട് പിന്നെ വരാം എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാൻ. അങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പടച്ചറമ്പ് കാത്തിരക്ഷിക്കട്ടെ, വിശദീകരിക്കുന്നില്ല. പണ്ടൊരു കഴുതയുടെ കഥ പറഞ്ഞ പോലെ, കഴുതയും കൊണ്ട് കഴുതയുടെ മുതലാളി ഇങ്ങനെ പോയപ്പോ കൊള്ളക്കാര് വടിയിൽ നിൽക്കാൻ. കുറച്ചുപേര് പറഞ്ഞു കഴുതയും കൊണ്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ കൊള്ളക്കാര് കഴുതയെ പിടിച്ചെടുക്കും, നിന്നെ കൊല്ലുന്നു. പിന്നെ മുതലാളി കഴുതയോട് പറഞ്ഞു നമുക്ക് ഓടി രക്ഷപ്പെടാം. കഴുത പറഞ്ഞു നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ, ഞാനെന്തിനാ ഓടുന്നത്? എന്നെ നിങ്ങൾ കൊണ്ടുപോയാലും ഞാൻ ഭാരം ചുമക്കണം, എന്നെ അവർ പിടിച്ചുകൊണ്ട് പോയാലും ഭാരം ചുമക്കണം, എന്റെ കാര്യം കണക്കാം. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ കടന്നങ്ങ് പോവാല്ല. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ആര് ജയിച്ചാലും ചുമക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യത്വമുള്ളവരെ അള്ളാഹു ജയിപ്പിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരാറ് ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരുടെ കണ്ണുനീരിന്റെ ഒരു തുള്ളിക്കെങ്കിലും അറുതി വരുത്താൻ കഴിവുള്ള നേതൃത്വത്തെ റഹ്മാനായ പടച്ച റബ്ബ് അത്ഭുതകരമായി വിജയിപ്പിക്കട്ടെ. അങ്ങനെ ചാനലുകാരൻ ജോഴ്സിനോട് ചോദിച്ചതാ, ആരധികാരത്തിൽ വരും? ജോഴ്സിൻ കബഡി നടത്തിയിട്ട് പറഞ്ഞു അധികാരത്തിൽ വരുന്നത് UDF. അപ്പൊ അച്യുതാനന്ദന്റെ സമയം നോക്കി, അച്യുതാനന്ദന് ഇനി നല്ല സമയമാണ്, ഇനി വരാൻ അത് കൊള്ളാം. അധികാരത്തിൽ വരുന്ന UDF, അച്യുതാനന്ദന് നല്ല സമയമാണ്. അതെന്താ അങ്ങനെ പറയണേ? അധികാരത്തിരിക്കുമ്പോൾ മോശമാണ്. ഇങ്ങനെ വാലും അറ്റവുമില്ലാത്ത രീതിയിൽ മറുപടി കിട്ടിയിട്ട് പ്രിയപ്പെട്ട ഉമ്മമാര് ജോത്സ്യപ്പണി നടത്തിയിട്ട് എന്തിനേറെ നിക്കാഹിന്റെ സരസില്ലേ, ആ സരസിൽ തന്റെ പൊന്നുമോളും മോനും മരുമോനും കുടിക്കാൻ പോകുന്ന പാലിൽ വരെ ഭസ്മം കലക്കുന്ന കാലമാണ്. നിക്കാഹിന്റെ അവസ്ഥയൊക്കെ അതാണല്ലോ. കഴിവിന്റെ പരമാവധി പരസ്യമായ പാലികെട്ടന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് നട്ടല്ലുണ്ടെങ്കിൽ നീ ഒഴിവാക്കണമെടാ. ആണത്തമുണ്ടെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ, ഇസ്സത്തുണ്ടെങ്കിൽ നീ പറയണോ, ആകാശമൊന്നും ഇടിഞ്ഞു വീഴൂല. കുറെ പെണ്ണുങ്ങൾ കിടന്ന് ചലയ്ക്കുമത് ശരിയാണ്. അവന് പിന്നെ ഭയങ്കര ഈമാനൊക്കെ ആയിപ്പോയി, നീ ഭയങ്കര മുസ്ലിയാർ കമ്പനി ആയിപ്പോയി എന്ന് പറഞ്ഞ് കുറെ പെണ്ണുങ്ങൾ വേണം വിചാരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല, അതങ്ങ് തീർന്നോളും. അത് ഇച്ചിരി ക്ഷീണമൊക്കെ അങ്ങ് വരുമ്പോൾ അതങ്ങ് നിർത്തിക്കോളും. നമ്മൾ തീരുമാനം എടുക്കുക. എൻ്റെ കല്യാണം തീരുമാനിക്കേണ്ടത് ഞാനാണ്. വാപ്പാരുടെ അടുത്ത് പറയുക, ഉമ്മയുടെ അടുത്ത് പറയുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക. താലികെട്ട് പരസ്യമായിട്ട് പാലും വെള്ളവും കൂടി ഇത് കുടിക്കുമ്പോൾ കുറെ ചെറുപ്പക്കാർ മൊബൈലും അളേ എടുത്തോടാ, എൻ്റെ ക്ലാരിറ്റി ഇല്ല, നിന്റെ മൊബൈൽ എല്ലാ പുതിയണിന്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെക്കും. എല്ലാരും ഫോട്ടോയും മെമ്മറി ഫുള്ളാക്കിയിട്ട് വീട്ടിൽ പോയി കണ്ട് രസിക്കാനല്ലാതെ എന്തിനു കൊള്ളാം. വളരെ വൃത്തികെട്ട, വളരെ മോശമായ ഒരു പരിപാടിയാണ് ഈ മൊബൈലിൽ പുതിയ പെണ്ണിന്റെയും പുതുമാപ്പിളയും ഫോട്ടോ എടുക്കുന്നത്. റബ്ബ് കാത്തിരക്ഷി. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കൊണ്ടു, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം എഴുതിക്കൊണ്ടു. അപ്പോ ഈ അവസ്ഥയിലാണ്. എന്നിട്ട് നിക്കാഹിന്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. നിക്കാഹിന്റെ സരസിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പെമ്മക്കള് ഹിദായത്തിന്റെ വഴിയിലേക്ക് വരുന്നത് പോട്ടെ, നല്ലൊരു പോലെ ഉസ്താദ് പറഞ്ഞു തരുന്ന അറബി വാക്കുണ്ടല്ലോ, അത് കേട്ടു പറയാൻ വരെ കഴിയാത്ത ഉപ്പമാരായി നമ്മുടെ ഉപ്പമാര് മാറുന്നില്ലേ? പള്ളിയുമായി ബന്ധം വേണം, പള്ളിയുമായി ബന്ധം വേണം. ബഹളം കണ്ട എന്തുവാ, പള്ളിയിലൊക്കെ വന്ന് താളം വിടും, മൗലാന പ്രസംഗം ശരിയല്ലോ, അങ്ങനല്ല അങ്ങനല്ല, അങ്ങനെ താളം വിടും. മരണ വീട്ടിൽ ചെന്നാൽ മയ്യത്തിന് അങ്ങനെ പോയി പഞ്ഞി ഇങ്ങനെ കയറ്റി കുളിപ്പിരി എന്നൊക്കെ പറഞ്ഞ് 1.5 കിലോ പഞ്ഞി മൂക്കി കൂടെ കയറ്റി ചെവി കൂടെ എടുക്കും. മയ്യത്ത് പുതിയാണ്. എന്നിട്ട് മൗലാരൊക്കെ ഒന്നും അറിഞ്ഞുകൂടാന്ന് പറയാം. അലിഫിന് 10 കിട്ടാ ടി എന്നാണ് വായിക്കുക ഉപ്പാപ്പ. അതാണ് വിവരം. നമ്മൾ ആലോചിച്ച് നോക്കി, ഇച്ചിരിയൊക്കെ ഒന്ന് ഒതുങ്ങണം. നിക്കാഹിന്റെ സരസിൽ എത്ര പേർക്ക് ഉസ്താദ് വന്ന് നിക്കാഹിന്റെ സീഹ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാൻ കഴിയുന്നില്ല. വയസ്സായത് കൊണ്ടല്ല, അറിഞ്ഞുകൂടാ. അറബി വാക്ക് ഉപയോഗിക്കാൻ വരെ അറിഞ്ഞുകൂടല്ലോ. അറബിയോട് വല്ലാത്ത അറപ്പല്ലേ. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്റെ വീട്ടിൽ വരുത്തുന്നത് എന്നൊരു വാപ്പ എത്ര അഭിമാനത്തിലാ പറയണേ. അങ്ങനെ അഭിമാനത്തോട് അൽബുസ്താൻ വരുത്തുന്നു പറയോ, അന്നസീം വരുത്തുന്നു പറയോ, ഇർഫാദ് വരുത്തുന്നു പറയോ, സുന്യഫ്കാർ വരുത്തുന്നു പറയോ, പൂങ്കാവനം വരുത്തുന്നു പറയോ, അതൊന്നും പറയൂല. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് എന്റെ മോള് വായിക്കും. ഇത് പറയും, പള്ളിയിലും പറയും, പള്ളിക്കൂടത്തിലും പറയും, ആരുടെ മുന്നിലും പറയും. അറബിനോട് വല്ലാത്ത അറപ്പ്. കാന്റെ സദസ്സിൽ ചെന്നിരിക്കുമ്പോൾ പറയൂലേ,
മബുലകിൽ മധുക്കൂരി. അപ്പം അയാൾ പറഞ്ഞു, മുതുക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ട, എന്തൊരു നിങ്ങൾ ചുമ്മാ ഇത്രയും പൈസ മുടക്കി മുതുക്കാണ്, ഞാൻ കണ്ട പെണ്ണാണെങ്കിൽ മതി, ഇവിടെ ഒരു മുതുക്കിയ. എത്ര കല്യാണ സദസ്സ് അലങ്കോലപ്പെട്ടിട്ടുണ്ട്. നിക്കാഹിന്റെ സീഗ എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ നിക്കാഹിന്റെ ഉടമ്പടി അതാണ് ഉടമ്പടി. അവിടെയാണ് നിക്കാഹ് നടക്കുക. അല്ലാതെ ഇത് കെട്ടണ സമയത്തും പാലും പഴം കുടിക്കുന്ന സമയത്തും അല്ല. നിക്കാഹ് യഥാർത്ഥത്തിൽ സാധൂകരിക്കപ്പെടുന്നത് എവിടെയാണ്? എന്ന് പറഞ്ഞുകൊണ്ട് മഹറിന് പകരമായി, ഇത്ര രൂപ മഹറിന് പകരമായി നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തരുന്നു പറയുമ്പോ ഖബിൽതു മിൻക നിക്കാഹഹാ വതസ്വീജഹാ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്, എന്തിനാണ് ഉസ്താദേ സ്വീകരിക്കുമ്പോ നമ്മൾ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് ചിരിക്കുന്നത്? പറഞ്ഞടാ, അത് ചിരിയല്ലടാ. അവൻ വിചാരിച്ച് പെണ്ണ് കിട്ടുന്ന സന്തോഷം കൊണ്ട് എത്ര നമ്മൾ ആലോചിച്ച ഈ ഹാര വമീറൊക്കെ മടങ്ങണ എവിടെയെന്ന് പറഞ്ഞാൽ പെണ്ണ് ചെറുക്കൻ കളഞ്ഞിട്ട് അപ്പോഴേ ഓടും. ഇത് പഠിക്കണ്ടേ? നമ്മൾ നിക്കാഹിനെ കുറിച്ച് ബോധം വേണ്ടേ? നമ്മളല്ലാതെ വെറുതെ പോയി സ്ലോ മോഷനിൽ ഒന്ന് സ്പ്രേ അടിക്കാൻ ചെറുപ്പക്കാർ കൂട്ടുകാർ വേണം, ബനിയിടാൻ കൂട്ടുകാർ വേണം. 50 രൂപ മൊയിലാരിക്ക്, 20 രൂപ മോദിനും, 5 രൂപ അസിസ്റ്റന്റിനും എടുത്ത് മടക്കി പോക്കറ്റ് വെച്ചുകൊണ്ട് വന്നിരുന്നിട്ട് അൽ ഫാത്തിഹ തീരുമ്പോ വാ പറയും, എടാ കൊറ ഞാൻ എടുത്തന്ന മൊയിലാരിക്ക് കൊറ മൊയിലാരി വിചാരിക്കും വലിയ കൂടിയ കല്യാണോ, വീഡിയോ ഉണ്ട്, ഇരഞ്ഞോളി മൂച്ചാര ഗാനമേളം ഉണ്ട്. അള്ളാഹുവേ, എന്റെ കടങ്ങളെല്ലാം ഇന്നത്തെ കല്യാണം കൊണ്ട് തീരും. 50 രൂപ പൊതിഞ്ഞങ്ങ് കൊടുക്കും. ബിസ്മിൽ വീട്ടിൽ ചെന്നല്ല പള്ളിയിൽ ചെന്നിട്ട് നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട്, മോദിമാമോ ഓ നൂത്ത് നോക്കിയാ, ഓ അത് തന്നെ അനക്കല്ല കിടക്കണം ഇവിടെ. എന്നാ വലിയ പൊതിയായതുകൊണ്ട് ചോറും ഞാൻ ഒരുപാട് കഴിച്ചില്ല സാറേ, പൊതി നോക്കാനുള്ള ആക്രാന്ത് പറഞ്ഞു. എങ്കിൽ അതെങ്കിലും കഴിച്ച് അവന്മാരെ മുടിപ്പിച്ചിട്ട് വരായിരുന്നു. അതും പറ്റിയില്ല. ചെലവും മുടക്കി ആകെ കഞ്ഞീര് വെള്ളവും. ഒരിക്കലും അവനൊന്നും കുടം പിടിക്കൂല. ഈ ശാപം കിട്ടിയാൽ പിന്നെ മോള് രക്ഷപ്പെടോ? ആലോചിച്ചു, എത്ര സ്കാൻ ചെയ്താലും കൊച്ചു തലയിരിച്ച് കിടക്കണമെന്ന് ഡോക്ടർ പറയും. ഇത് പണം ബാക്കിയുള്ളതിനൊക്കെ വാരിക്കോരി കൊടുക്കാലോ. എന്തിനേറെ കല്യാണ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ 27 കാരിയാറ സുന്ദരികളെ കുളിപ്പിച്ചൊരുക്കി വെള്ള സാരി കൊടുത്തതാ ഇങ്ങനെ നിൽക്കും. ഒരു കല്യാണത്തിന് പോയപ്പോഴാ ഇങ്ങനെ വെൽക്കം മുസ്ലിയാരെ വെൽക്കം. ഞാൻ പറഞ്ഞു വെൽക്കം മുസ്ലിയല്ല, നൗഷാദ് മുസ്ലിയാർ. ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ തൊഴുതുകൊണ്ട് എത്ര മണിക്കൂറാണ് വരുന്നവരൊക്കെ വെൽക്കം വെൽക്കം ഇങ്ങനെ ആക്കി. സ്വർണ്ണക്കടയിൽ പ്രതിമ നിൽക്കണ പോലെ. അതിന്റെ മുമ്പ് കുറെ എണ്ണം ഞരമ്പ് രോഗികൾ മൊബൈലുമായിട്ട് ഇങ്ങനെ നിൽക്കാൻ അതിന്റെ മുമ്പിലുണ്ട്. ഇത് എവിടെയും കാണൂല്ലോ. സഹോദരങ്ങളെ ഓർക്കണം, നമ്മൾ അങ്ങനെ നിക്കാഹിന്റെ അലങ്കോലം എത്ര മാറുന്നുവോ അത്രത്തോളം നിക്കാഹില് ബറക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ എത്രത്തോളം ചിലവ് ചുരുക്കാൻ പറ്റോ അത്രത്തോളം ചുരുക്കിയ നിക്കാഹ് നമുക്ക് തരട്ടെ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കണ്ട എന്നല്ല, സന്തോഷം വേണ്ട എന്നല്ല, ഒരു മിതത്വം നമുക്ക് ആവശ്യമാണ്. അതനുസരിച്ചാണ് ചെയ്യാനുള്ളത്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, അവര് പറയും ഞാൻ ഹജ്ജ് ചെയ്ത ആളാണെന്നൊക്കെ അറിയട്ടെ, 10 പേര് ഈമാനുള്ള കുടുംബത്തിന്റെ മോളാണെന്നറിയാം, അതുകൊണ്ട് ലെറ്റർ അടിക്കുമ്പോ സ്വർണ്ണ നിറത്തിൽ ഫ്രണ്ടിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അടിച്ചങ്ങ് വയ്ക്കും. സ്വർണ്ണ നിറത്തിൽ, ഈ സ്വർണ്ണ നിറത്തിൽ അടിച്ചു വെച്ചിട്ട് ഈ കല്യാണ ലെറ്ററും കൊണ്ട് എവിടെയൊക്കെ നടന്ന് നിങ്ങൾ കല്യാണം വിളിക്കും? എല്ലാ കുളിയുടെ ഫർളും ശർത്തും അറിഞ്ഞുകൂടാത്തവര്, കുളി നിർബന്ധമായാൽ കുളി അറിഞ്ഞുകൂടാത്തവര്, ഹൈന്ദവര്, ക്രൈസ്തവര്, ഖുർആനിന്റെ മഹാത്മ്യം അറിഞ്ഞുകൂടാത്തവര്, എന്തിനേറെ കുളി നിർബന്ധമായ മുസ്ലിം പെണ്ണിന്റെ കയ്യിൽ വരെയും അത് നാം കൊണ്ടു കൊടുക്കൂലേ. എന്നിട്ട് വിറക് പുരയിലും അതുപോലെ ഓഡിറ്റോറിയത്തിലും വീടിന്റെ തലേ ദിവസം വീടിന്റെ പാചകപ്പുരയിലുമല്ല അല്ലാഹുവിന്റെ ഖുർആനിന്റെ ബിസ്മില്ലേ സവിട്ടി തേക്കൂലേ. എന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ ഇസ്ലാമിയത്ത് കാണിക്കാനുള്ളത് മോളെ കല്യാണക്കത്തിന്റെ ഫ്രണ്ടിലല്ല, അള്ളാന്റെ മുമ്പിലാണ്. ഉപ്പാ, ആ കത്തടിക്കുമ്പോഴും ഇച്ചിരി നമ്മളൊന്ന് കുറഞ്ഞ രീതിയിൽ നമ്മൾ അടിക്കണം. ഇംഗ്ലീഷിലൊക്കെ ഇപ്പൊ എല്ലാവരും അടിക്കോളൂ. ഇംഗ്ലീഷിൽ കത്തുകൊണ്ട് തരുമ്പോൾ ആദ്യം ഓഡിറ്റോറിയത്തിന്റെ പേര് നോക്കും, സമയം നോക്കും, മടക്കി അങ്ങ് വയ്ക്കും. മനസ്സിലായല്ലോ എവിടാണെന്ന് മനസ്സിലായി. ഇത് അടിക്കുന്ന ആളിന് പറഞ്ഞുകൂടാ, വായിക്കുന്ന ആളിന് പറഞ്ഞുകൂടാ. പ്രസ്സിൽ കൊണ്ട് കൊടുത്ത് പറയും മറ്റേ ഈ ഡയലോഗ് വെച്ച് ഒറ്റ അടി അങ്ങ് അടിച്ചിരിക്കാൻ പറയും. മോളെ പേര് മാറില്ല, ബാപ്പാരെ പേരും മാറും, ബാക്കി എല്ലാം കറക്റ്റ് മറ്റേ ലെറ്ററിലോ പഠിക്കും. എന്താണ് എഴുതി അല്ലാഹു അഅലം ഇങ്ങനെ കൊണ്ട് നടക്കുക. ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ വിഷയം ആരും ഗൗരവത്തോട് ചിന്തിക്കാറില്ല.
അങ്ങനെ അടിച്ച് വലിയ പവർ കാണിക്കും. നിങ്ങളുടെ സമ്പത്തനുസരിച്ച് നിങ്ങൾ ചെയ്തു, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ കുറയ്ക്കണം. അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ ഓഡിറ്റോറിയം നിങ്ങൾ മാറ്റണ്ട, ലെറ്റർ നിങ്ങൾ ഒഴിവാക്കണ്ട, ഐസ്ക്രീം നിങ്ങൾ കല്യാണത്തിൽ നിന്ന് മാറ്റണ്ട, ഒക്കെ നിങ്ങൾ കൊടുത്തു. കുഫുവത്ത രീതിയിൽ തന്നെ നടത്തിക്കോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കാശുകാരനാണ്, അപ്പോൾ അതുകൊണ്ട് സ്ഥാപിക്കുക, അങ്ങനെ തന്നെ നടത്തിക്കോ. പക്ഷേ നമ്മളുടെ അവസ്ഥയിൽ വെച്ച് നമുക്ക് എത്ര ആഡംബരം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കണം. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ അങ്ങനെയെങ്കിലും ചെയ്യണം. റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. അത് കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞാൽ സന്തോഷത്തോടെ പുതുമണവാട്ടിയുടെ വീട്ടിലേക്കാണ്. അൽഹംദുലില്ലാഹ്, ആദ്യം പുതുമണവാളന്റെ വീട്ടിൽ. നമ്മുടെ നാട്ടിലെ ശൈലിയാണ് നിക്കാഹിന്റെ സരസിൽ നിന്നാദ്യം പുതുമണവാളന്റെ വീട്ടിൽ, അത് കഴിഞ്ഞ് പുതുമണവാളന്റെ വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ചാര് അമ്മിക്കല്ലും മിക്സിയും പിന്നെ ഇതൊക്കെ ആയിട്ട് വരും. വന്നിട്ട് ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് അവിടുന്ന് രാത്രിക്ക് മുമ്പ് പുതുമണവാട്ടിയുടെ വീട്ടിലേക്ക് പോകും. പുതുമണവാളന്റെ വീട്ടിലേക്ക് വരാൻ നേരം ഓഡിറ്റോറിയത്തിൽ നിന്ന് പുതുമണവാട്ടിക്ക് അതുവരെ ഇല്ലാത്ത ഒരു കരച്ചിലുണ്ട്. പോയി വരട്ടെ ഉമ്മ, ഉമ്മ എന്നെ കൊലക്ക് കൊടുത്ത ഉമ്മ കരച്ചില. വാപ്പായ നോക്കി കരച്ചില്, വാപ്പായുടെ സങ്കടം കെട്ടിപ്പിടി, പോമോളെ പോ, പോയി കാവിശായ എന്നെ കൊണ്ട് കടക്കടിയായി. അങ്ങനെ വാപ്പ കരയണം. ഈ കരച്ചിലുണ്ടല്ലോ ആവശ്യമില്ലാത്ത പരിപാടിയാണ്, വളരെ വൃത്തികേടാണത്. മനസ്സറിഞ്ഞ് കരയുന്ന എത്ര പേരുണ്ട്. കല്യാണത്തിന് എന്ന് കരയാന്ന് പറഞ്ഞാൽ കല്യാണം വേണ്ടേ? തലേ ദിവസം വരെ ജീനത്ത് പെണ്ണിന്റെ മാറത്തെ മാണിക്ക എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരി ഒന്ന് കവളത്തൊക്കെ നുള്ളി തലേ ദിവസം മരാഞ്ചിട്ടപ്പോ കരച്ചിലൊന്നും വരുന്നില്ലല്ലോ. ഇപ്പൊ നിക്കാഹിന്റെ സമയത്ത് മാത്രം കരച്ചിലൊന്നും ഉമ്മായും ഉപ്പായും വിട്ടുപോണ സങ്കടമൊന്നും അല്ല. വീഡിയോക്കാരൊക്കെ നിൽക്കുമ്പോ ഉമ്മാരെ നകന്നു പോകുമ്പോ സങ്കടം വന്നില്ലെങ്കിൽ ഞാൻ എന്തൊരു സ്നേഹമില്ലാത്ത പെണ്ണാന്ന് കരുതൂലേ. അതുകൊണ്ട് ഇങ്ങനെ ഒരിച്ചിറങ്ങും, കണ്ണീര് കാണണം. ഇത് കാണുമ്പോ ഭർത്താവ് ചിലപ്പോ പറഞ്ഞാൽ എങ്കിൽ നീ ഇവിടെ നില്ലടി, ഞാൻ പോണേ എന്ന് പറഞ്ഞാലേ ചിരിച്ചോണ്ടപ്പോഴേ വണ്ടി കയറിയെങ്കിൽ. എല്ലാ പുതുമാപ്പിളമാരും ചെയ്യുന്ന ഒന്നാമത്തെ അബദ്ധം എന്തെന്നറിയോ? കല്യാണത്തിന് 2 മാസത്തേക്ക് റെന്റിനൊരു വാഹനം എടുക്കും. എല്ലാവരും എടുക്കും. കിടക്കാടം ഇല്ലാത്തവനും എടുക്കും. എന്തിനേറെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ നിവർത്തിയില്ലാത്തവനും. കാരണം അച്ചാരം കിട്ടിയ പൈസ കുറച്ചിരിപ്പുണ്ട്. പിന്നെ റെന്റ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 2 മോതിര ഊരിയങ്ങ് വിറ്റാൽ മതിയല്ലോ. വേണ്ട കിടക്കമല്ലേ, 10 വിരലിലുണ്ടാകാ ഏതെങ്കിലും ഒന്ന് ഊരി കൊടുത്ത സംഭവം കമ്പൂര്. അങ്ങനെ ഒരു വാഹനം എടുക്കും. അതിൻ്റെ അകത്തേക്ക് AC ഇട്ട് ഭാര്യ അങ്ങോട്ട് കയറ്റിയിരുത്തി ഡാഡി മമ്മി വീട്ടിലില്ലേ പാട്ട് കിട്ടണ ഒറ്റ പോക്ക. പിന്നെ ഈ പെണ്ണെപ്പോഴാ കരയാ? നമ്മൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ വെറുതെയാണ്. പിന്നെ കണ്ണീരൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഒഴുക്കിക്കോ. ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് ഒഴിവാക്കി എന്നൊരു പരാതി വേണ്ട, അതുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ വാഹനത്തിലേക്ക് കയറുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതുപെണ്ണേ, ആദ്യമായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയിരുന്നതല്ല നിനക്ക് ഹലാലാക്കി തന്ന പ്രിയതമന്റെ കൂടെ വാഹനത്തിലേക്ക് കയറുമ്പോ അള്ളാഹയെ ഓർക്കുമോ പെണ്ണേ? ഓർക്കണം, എത്രയോ വിവാഹ സരസിൽ നിന്ന് വീട്ടിലേക്ക് പോയ വാഹനം മറിഞ്ഞ് അപകടത്തിൽ പെട്ടിട്ടുണ്ട് പെണ്ണേ. ഓർക്കണം, കല്യാണം കഴിയുമ്പോ പിന്നെ മരിക്കൂല, പിന്നെ 10 പെറ്റേ ഞാൻ മരിക്കൂ എന്നൊന്നും ഒരു പെണ്ണും കരുതണ്ട. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭർത്താവിന്റെ ഉമ്മ അവിടെ പൂജ നടത്തിയ മുട്ടയുമായിട്ട് നിപ്പുണ്ട്. മരുമോളെ വീട്ടിലേക്ക് കയറ്റാൻ മരുമോള് വന്ന് കാലെടുത്ത് 1ാമത്തെ പടിയിൽ അങ്ങോട്ട് വെക്കുമ്പോ ഉമ്മ പ്രചാരാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദുരം കർത്തവ്യം ദൈവമാന്തിതം. മോളകത്ത് കയറി, വാദ എല്ലാം ഒഴിവായി, സ്വർഗത്തിലേക്ക് കയറിയിരിക്കുക. ഇതെവിടെന്നാ ഉമ്മമാര് പഠിച്ചത്? മുട്ടയെ നിലവിളക്കും കൊണ്ട് തലയിലൊഴിഞ്ഞ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ മറന്നുകൊണ്ട് അനാവശ്യങ്ങൾക്ക് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് കുടുംബജീവിതം തുടങ്ങുമ്പോ അതിലെന്ത് ബറക്കത്താ. ഇന്നറജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി വനളറതിലി നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ.
ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയ, ഭാര്യ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ, നളറല്ലാഹു ഇലൈഹിമാ നളറത റഹ്മാ, അല്ലാഹു അവർക്ക് രണ്ടുപേർക്കും റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാ. വൈദാ അഖദ ബികഫിഹാ, ആ ഭാര്യയുടെ കയ്യിലേക്ക് ഭർത്താവ് ഇങ്ങനെ തൊട്ടോ, തസാഖതത് ദുനൂബഹുമാ ഫീ ഖിലലി അസാബിഹിമാ, അവർ ചെയ്തു പോലെ ചെറുപാപങ്ങൾ പോലും കരുണക്കടലാറ പടച്ചറബ് പുറത്തു കൊടുക്കുമെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞതാ. ആ മണവറയിലേക്ക് കടന്നു വരുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കല്യാണ മാമാങ്കങ്ങളാണ്. ഞാനിതാ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് അതിന് പോയി. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ചേർക്കണമെന്ന് പറയുന്ന ചേർക്കളം അബ്ദുല്ലാടെ മഹല്ലിൽ ഞാൻ അതിന് പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യൂ പ്രിയപ്പെട്ടവരെ. ഏറ്റവും അധികം കല്യാണത്തിന് മാമാങ്കങ്ങൾ നടക്കുന്നത്, പുതുമാപ്പിളയെ പറ്റിക്കലും ഞെട്ടിക്കലും ഒക്കെ നടക്കുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ്. അല്ലാഹുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്തു. അവിടെ പോയി അത് പറന്ന് വിവാഹത്തിന്റെ പ്രഥമ രാത്രി മുതൽ തലേ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഭർത്താവിനോട് കാണിക്കുന്ന കോമാളിത്തരങ്ങളുമായി ഒരുങ്ങി നിൽക്കുന്ന കൂട്ടുകാര് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാ. അൽഹംദുലില്ലാ, നമ്മുടെ കൂട്ടുകാരെ ശ്രമം കൊണ്ട് നടക്കുന്നതാ. നിങ്ങൾ ദുആ ചെയ്യണേ. എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. പുതുമണവാട്ടിയുടെ വീട്ടിൽ വന്ന് മെത്തയിലിരിക്കുമ്പോ താഴെ നാം ഇട്ട് പൊട്ടി അങ്ങ് തെറിക്കും. മെത്ത കീറി പഞ്ഞി മൊത്തം പേരിടത്തിലായി. ഇത് കൂട്ടുകാര് ചെയ്ത പണിയാ. എല്ലാ വൃത്തികേടുകളും ചെയ്തിങ്ങനെ വെക്കും. ഒരു സമ്മാനം കൊണ്ട് കൊടുക്കും. സമ്മാന പൊതി അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ ഇരിക്കും, ഒരൊറ്റ ഇടി മൂക്കിന്. വിവാഹത്തിന്റെ പ്രഥമരാത്രി നടക്കുന്ന കാര്യമാ ഇത്. കൂട്ടുകാരെ വിചാരം ഭയങ്കര തമാശയാണ് അളിയാ. അവൻ വെളുക്കടോരെ ചിരിച്ചിരിച്ചു പാടുവരെ ഉള്ളെന്ന് പറയും. അവൻ നിന്നെ ശപിച്ചുകൊണ്ടായിരിക്കും കിടക്കുക. ഒരു പുതുമണവാട്ടിക്ക് പണി കൊടുത്തത് എങ്ങനെയെന്നറിയോ? മണവറയുടെ ജനലിന്റെ സ്ക്രൂ ഇളക്കി വെച്ചിട്ട് അങ്ങ് പോയി. ഭർത്താവ് പറഞ്ഞു, ആ ജനൽ അടയ്ക്കൂ. ജനൽ അടയ്ക്കാൻ വേണ്ടി പുതിയോണ്ട് ജനൽ മാത്രം കണ്ട് അതോടുകൂടി ജനലോടുകൂടി അങ്ങ് അപ്പുറത്ത് നിന്ന് വിട്ടു. രാത്രി ആശാരിയെ വിളിച്ചോണ്ടെന്ന് 1 മണിക്ക് ടിക്കോ ടിക്കോ ഇതാ കൂട്ടുകാർ ഫോൺ വിളിച്ച്, അളയാ സോടോ അവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നു, ആശാരി ഒന്നല്ലേ. ഇതാണ് വിവാഹത്തിന് കൊടുക്കണ പണി. ഇത് വലിയ തമാശ എന്ന് കരുതിയിരിക്കുക. ഇത് ക്രൂരതയാണ്, ചെയ്യരുതൊരിക്കലും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞ് വിവാഹത്തിന്റെ ജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ദ്വാരക്കണേ. കഴിയുമെങ്കിൽ ഒരു 2 റക്അത്ത് ആ മണവറക്കകത്ത് അള്ളാഹനെ നിസ്കരിക്കണേ. മറന്നുപോകരുത്. അതൊക്കെ ചെയ്താ വലിയ ബറക്കത്താണ്. അത് കഴിഞ്ഞു കുടുംബജീവിതം തുടങ്ങുകയാണ്. നിന്റെ ഇഷ്ടവും പെണ്ണിന്റെ ഇഷ്ടവും രണ്ടും രണ്ടാണ്. ആ 2 ഇഷ്ടവും മനസ്സിലാക്കാനുള്ള മനപ്പൊരുത്തം നിനക്കുണ്ടായിരിക്കണം. ചില ഭർത്താക്കന്മാർക്ക് ഇറച്ചിക്കറി ഇഷ്ടമായിരിക്കൂല, എന്നാൽ ഭാര്യ അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും. ദറസിലൊക്കെ പഠിച്ച ഉസ്താദുമാരാണെങ്കിൽ ആ ഭർത്താക്കന്മാർക്ക് ചിലപ്പോ സാമ്പാറൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. കാരണം എന്താ, എന്നും കോളേജിലും ദറസിലൊക്കെ ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയത്. അപ്പൊ അതനുസരിച്ച് ഭാര്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാം അങ്ങനെ. ചില ഭാര്യമാരിങ്ങനെ പറയൂലേ, ഇക്കാടെ ഈ ഇതുണ്ടല്ലോ, ഈ മുണ്ടുടുക്ക് അത് വേണം, ജീൻസ് ഇട്ടാ അടിപൊളിയായിരിക്കും. അങ്ങനെ ജീൻസൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടന്നു അങ്ങനെ മുണ്ടുടുത്ത പാവപ്പെട്ടവരെ കൊണ്ട് ആദ്യമായിട്ട് ജീൻസ് ഇടിപ്പിക്കും. അവനാണെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് ഇറങ്ങിയ മാതിരി ചുറ്റുകൂലെ കൂടെ നടന്നു പോകുമ്പോൾ അല്ലാ ഇത് എന്തോളെയാ പോണത്. അങ്ങനെ ഇത് ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് ചെയ്യാം. ഇത് ഇസ്ലാമിന്റെ അടയാളങ്ങൾ പോലും താടി വഴിക്കുന്നവരില്ലേ, നരച്ച മുടി കറുപ്പിക്കുന്നവരില്ലേ, എത്രയോ പേരുണ്ട്. നരച്ച രോമം കറുപ്പിക്കുന്നവരില്ലേ. ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ചോദിക്കും, എന്താ ഉപ്പാപ്പ നരച്ചിരുന്നൊക്കെ മൊത്തം അങ്ങ് കറുത്തുള്ളൂ. വൈഫിന് ഇഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും?
ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് എല്ലാം ഇങ്ങനെ കറുപ്പിക്കാനും വടിക്കാനും ഇങ്ങനെ നടക്കാൻ. ഇസ്ലാമിന്റെ ചിഹ്നമെങ്കിലും ബാക്കി വെക്കണം. ഭാര്യയുടെ വാക്ക് കേൾക്കണ്ടെന്നല്ല, അള്ളാഹുവിന്റെ റസൂൽ പലതും ഭാര്യമാരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്, നമുക്കതൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യമാരുടെ വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പോലും വലിച്ചെറിയുന്ന തരത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കല്ലേ. കല്യാണം കഴിഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ ഒരു 5-6 മാസമുണ്ടല്ലോ, ഭർത്താക്കന്മാർ ഒരുപാട് ശ്രദ്ധിക്കണം. സ്നേഹം ഒരുപാട് വാരിക്കോരി കൊടുക്കാൻ പാടില്ല. സ്നേഹത്തിന് നിയന്ത്രണം വെക്കണം. എല്ലാരും ആദ്യ സമയം മോളൂന്നേ വിളിക്കൂ. മോളൂ ഭയങ്കര ഭാര്യ വിചാരിക്കും, അല്ലോ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെ, എന്തൊരു സ്നേഹമാണ് എൻ്റെ ഇക്കാക്ക്. മോളൂന്ന് വിളിച്ചിട്ടേ എനിക്ക് റൂമൊക്കെ ആയിഷ സത്യം റൂമൊക്കെ എഴുന്നിട്ട് കുലോത്തൊക്കെ പേരുന്നു വിളിക്കണം. ഇത്രയ്ക്ക് എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ ഇത്രയ്ക്ക് ജീവനോ സങ്കടം കൊണ്ടല്ലോ. 4-5 മാസം കഴിയുമ്പോൾ ഭർത്താവിൻ്റെ ചെവിയിൽ ഒരു ചെമ്പരത്തി പൂ. സ്നേഹം കുറച്ചേ ആദ്യം കൊടുക്കാവൂ, എങ്കിലേ അതിനോട് താല്പര്യം തോന്നൂ. ആദ്യമേ എല്ലാം വാരിക്കോരി അങ്ങ് വിളമ്പിയ പിന്നെ ഭാര്യ വിചാരിക്കുക ആൾ ഇത്രയേ ഉള്ളൂ, മരവണ്ടനാടി, എനിക്കറിയാൻ തീരും. അങ്ങനെ ആവരുത്, ശ്രദ്ധിക്കണം. സിനിമാ മാസികയും വായിച്ചുകൊണ്ട് നടന്ന അങ്ങനെ പറ്റൂ. ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. അലി റളിയല്ലാഹു അൻഹു എത്ര വലിയ തമാശ തന്റെ ഭാര്യയോട് പറയുമായിരുന്നു. പക്ഷേ ഒരു ദിവസം പിണങ്ങിയിട്ട് അനങ്ങിയില്ല. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ മുമ്പ് വന്ന് പല പേരും കാണിച്ചു. നല്ല ഗൗരവത്തിൽ ഭർത്താവിന്റെ റോൾ അങ്ങോട്ട് അഭിനയിച്ചു. സങ്കടപ്പെട്ടു പോയി. അവസാനം ഇണങ്ങി കരഞ്ഞ് നബിതങ്ങളുടെ മുമ്പ് വന്നപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നീ പിണങ്ങിയിരിക്കുന്ന സമയത്താണ് മരിച്ചത് എങ്കിൽ മാ സല്ലൈതു ബികി യാ ഫാത്തിമ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവൂല. നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിൻ്റെ കൂടെ പിണങ്ങിയിട്ട് ഫാത്തിമ നീ മരിച്ചാൽ കരളിന്റെ